തിരുനെല്ലായ വെണ്ണക്കര മേഖലയിൽ വർഷങ്ങളായി തുടരുന്ന കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പാലക്കാട് നഗരസഭയുടെ തിരുനെല്ലായ ഈസ്റ്റ് വാർഡ് സഭായോഗം ആവശ്യപ്പെട്ടു. പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കണമെന്ന ആവശ്യമാണ് യോഗത്തിൽ ശക്തമായി ഉയർന്നത്. അമൃത് പദ്ധതിയുടെ ഭാഗമായി 179 കോടി രൂപ ചെലവഴിച്ചിട്ടും തിരുനെല്ലായ വെണ്ണക്കര മേഖലയിൽ ആവശ്യമായ ജലലഭ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആശങ്കയും വാർഡ് സഭയിൽ പങ്കുവച്ചു. ഇത്രയും വലിയ തുക വിനിയോഗിച്ച പദ്ധതിയുടെ ഗുണഫലം പ്രദേശവാസികൾക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ വിഷയത്തിൽ നഗരസഭ വിശദമായ അന്വേഷണം നടത്തണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സഭായോഗം സൗത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർ എ വിനോദ് ഉദ്ഘാടനം ചെയ്തു. അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ തീവ്രമായിട്ട് പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇത്രയധികം ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന ഒരു സർക്കാർ തന്നെ ചിലപ്പോൾ ഇത്തരത്തിലൊരു നടപടി എടുക്കുന്നത് വളരെ ആദ്യമായിട്ടായിരിക്കും. വളരെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഓപ്പറേഷൻ ഉപ്പാൻ നടത്തുന്നത് ലഹരിയിൽ ഒഴുകാതെ അതിൽ അടിമപ്പെടാതെ കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും അത് രക്ഷിതാക്കൾ ഉൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണത്തോടു കൂടി നടത്തേണ്ടുന്ന പ്രവൃത്തിയാണ്. അത് ഏറെക്കുറെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മമാണ്. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയാൻ സാധിക്കുന്നത്. വാർഡ് കൗൺസിലർ എൻ സുഭദ്ര അധ്യക്ഷയായി. യോഗത്തിൽ മുൻ നഗരസഭാ അംഗം എ കൃഷ്ണൻ, ADS ചെയർപേഴ്സൺ KR ജയലക്ഷ്മി, ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ നിഷ, വൈസ് ചെയർപേഴ്സൺ KC രാധ, ADS സെക്രട്ടറി S സുജാത, ആശാവർക്കർ A രാജലക്ഷ്മി, അംഗൻവാടി ഹെൽപ്പർ K ഷമീറ, PK അബ്ദുൽ നാസർ, V വേലു, K ശിവദാസ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ് പാലക്കാട്.